ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാനറ്റോക്സ്. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ വളരെ പേടിപ്പിക്കുന്ന ഒരു രീതിയിലാണ്. ഒരു പെൺകുട്ടി കാട്ടിലോട്ട് പോകുന്നുണ്ട്. അവളെ പെട്ടെന്ന് തന്നെ ആരോ വലിച്ചെടുത്തോണ്ട് പോവുകയും പിന്നീട് അവളുടെ കരച്ചിലുമാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. നെക്സ്റ്റ് ഡേ നമ്മുടെ യോ ആണെങ്കിൽ ബോയിയോട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാണ്. രാത്രിയിൽ പെട്ടെന്ന് ആരോ കഥവിനെ വന്ന് കൊട്ടിയെന്നും ആരെയും പക്ഷെ അവിടെ കണ്ടില്ല എന്നും ആ വാമ്പയറിന്റെ കൊലപാതകം നടന്ന ആ സെയിം ടൈമില് നമ്മുടെ പന്നിനെ അവിടെ നിന്ന് കാണാതായ കാര്യവും പറയാണ്. ഇത് കിട്ട ബോയും നമ്മുടെ യോയോട് അവന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ യോയും പെട്ടെന്ന് തന്നെ അവൻ കഴുകിക്കോണിൽ നിന്ന് തുണിയെല്ലാം പറക്കിയെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ്. പെട്ടെന്ന് അവൻ ഇങ്ങനെ തിരിച്ചു വന്നാല് യാമിനും എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന യാമിനോടും അവൻ പറയുന്നുണ്ട്, ഇന്നലെ വൈകുന്നേരം ഒരു കൊലപാതകം നടന്നു. മരിച്ച ആളുടെ കഴുത്തില് വാമ്പയറിന്റെ കടികളുടെ പോലത്തെ പാടുകൾ ഉണ്ടായിരുന്നു. ഈ സമയം നമ്മുടെ പന്നും വീട്ടിലില്ലായിരുന്നു എന്ന് പറയാണ്. ഇത് ചെയ്തിരിക്കുന്നത് പന്നാണോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടെന്ന് യോ പറയുമ്പോ യാം ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ പന്ന് ചെയ്യാനാ? അവൻ വാമ്പയർ ആണെന്ന് പറഞ്ഞിരിക്കുന്നൊക്കെ നീ വിശ്വസിച്ചോ? അവൻ യഥാർത്ഥ വാമ്പയർ ഒന്നും അല്ല, അവൻ വെറുതെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണ് പറയാണ്. യോയും പറയുന്നുണ്ട്, അവൻ എന്നോട് പറഞ്ഞത് അവനൊരു വാമ്പയർ ആണ്, പക്ഷെ അവനൊരു നല്ല വാമ്പയറാ, ആരുടെയും ചോരയൊന്നും കുടിക്കത്തില്ല എന്ന്. ഇത് കേട്ട യാമും അവൻ ആരുടെയെങ്കിലും കഴുത്തിൽ നിന്ന് ചോര കുടിക്കുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണ്. യാം പറയുന്നുണ്ട്, അവന് ആകപ്പാടി പോർക്ക് ബ്ലഡ് സൂപ്പ് മാത്രമേ ചോരയായിട്ട് കുടിക്കുന്നുള്ളൂ, അതിനർത്ഥം അവൻ വാമ്പയർ ആണെന്ന് അല്ല. ഇത് കേട്ട യോയും പറയുന്നുണ്ട്, പക്ഷെ അവൻ എന്റെ ബ്ലഡിന്റെ സ്മെല്ല് ഒത്തിരി ഇഷ്ടമാണ്, അവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് സ്മെല്ല് ചെയ്തിട്ട് എന്റെ സ്മെല്ല് നല്ലതാണെന്നും പറയാറുണ്ട്. ഇത് കേട്ട് നമ്മുടെ യാമാണെങ്കിലോ, നിങ്ങൾ രണ്ടുപേരും എത്ര നല്ല സ്വീറ്റ് ആണെന്നാ പറയുന്നത്. പൻ വാമ്പയർ ഒന്നും അല്ലടാ മണ്ട, അവൻ വെറുതെ നിന്നെ വളയ്ക്കാനും വേണ്ടിട്ട് ഓരോന്ന് ട്രൈ ചെയ്യുന്നതാണെന്നും പറയാണ്. നെക്സ്റ്റ് സീനില് വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഷൂട്ട് ചെയ്യാനും വേണ്ടിട്ട് അവർ രണ്ടുപേരും കൂടെ റെസ്റ്റോറന്റിലേക്ക് പോകുന്നുണ്ട്. ആ സമയമാണ് നമ്മുടെ പന്നാണെങ്കിൽ ഒരു ഏലിയന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് നമ്മുടെ യോയെ ഇംപ്രസ് ചെയ്യാനും വേണ്ടിട്ട് അവിടെ എത്തിയിരിക്കുന്നത്. പന്നം യോയെ നോക്കിയിട്ട് ചിരിക്കുമ്പോൾ നമ്മുടെ യോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇന്നലെ ഇവൻ എന്റെ അടുത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു, എന്റെ അടുത്ത് മിണ്ട കൂടി ചെയ്തില്ല, പക്ഷെ ഇപ്പൊ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നു. ഇപ്പൊ ഈ ഏലിയന്റെ കോസ്റ്റ്യൂം ഇട്ടോണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവൻ എന്തോ ഈ ചിന്തിക്കുന്നത്? ഇനി അവൻ യഥാർത്ഥത്തിൽ ആ കൊലപാതകം ചെയ്തതുകൊണ്ട് തന്നെ ഇനി വാമ്പയർ അല്ല എന്ന് വരുത്തി തീർക്കാനും വേണ്ടിയിട്ടാണോ ഏലിയന്റെ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് വീണ്ടും പന്നം കാണാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ച് നമ്മുടെ യാമിന്റെ കഴുത്തിൽ കൂടി ചുറ്റി കൊടുക്കുന്നുണ്ട് ഒരു സ്കാർഫ്. അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നമ്മുടെ പന്നം കണ്ടിട്ട് കുറച്ച് സങ്കടപ്പെടുന്നുണ്ട്. അവനും ചിന്തിക്കാണ്, വാമ്പയർസിന് അത്രയ്ക്ക് ഇഷ്ടമല്ല ഇവന്, എന്നെ ഇത്രയ്ക്ക് പേടിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. പന്നം സങ്കടപ്പെടുന്ന കണ്ടിട്ട് നമ്മുടെ യാമിന് കാര്യം പിടികിട്ടുന്നുണ്ട്. യോയിനെ ഇംപ്രസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അവൻ ഏലിയന്റെ കോസ്റ്റ്യൂം ഇട്ട് വന്നതെന്ന്. പിന്നീട് അവള് യോയോട് സംസാരിക്കുന്നുണ്ട്, നീ എന്തിനാണ് പന്നിനെ ഇത്രയ്ക്ക് പേടിക്കുന്നത്? അവൻ നീ വിചാരിക്കുന്ന പോലെ ആരെയും ഉപദ്രവിച്ച് കാണത്തില്ല. ഇപ്പൊ അവൻ ഈ ഏലിയന്റെ കോസ്റ്റ്യൂം ഇട്ട് വന്നിരിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയിട്ടാണ്. നിനക്ക് ഏലിയൻസിന് ഒത്തിരി ഇഷ്ടമാണെന്ന് അവൻ അറിയാം. അവന് നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് നിന്നെ ഇംപ്രസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നീ അവനെ പേടിക്കേണ്ട ആവശ്യമില്ല. പന്ന ആരെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ കൈവിടത്തില്ല എന്നും പറയാണ്. പിന്നീട് ഒരു ചാൻസ് കിട്ടുമ്പോ പന്നിനെയും യോയെയും ഒറ്റയ്ക്കിരുത്തിയിട്ട് നമ്മുടെ യാം അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും സംസാരിക്കാൻ വേണ്ടിയിട്ട്. പന്നും അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ പേടിക്കുന്നത്? വാമ്പയർസിനെ പറ്റിയിട്ട് നീ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്, അതിനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ നിനക്ക് ഏലിയൻസിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഏലിയൻ ആയിട്ട് വന്നിരിക്കുന്നത്. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വാമ്പയർ ആയിട്ട് ഇരിക്കുന്നില്ല, ഞാൻ ഇനി എപ്പോഴും ഏലിയൻ ആയിട്ട് ഇരിക്കാം. എനിക്ക് വാമ്പയർ ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിലും ഇഷ്ടമല്ല. അപ്പൊ എന്നോടുള്ള പേടിയൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ യോ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. പിന്നീട് യോയും അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു എന്ന്? ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കിടന്നുറങ്ങിയല്ലേ എന്ന് ചോദിക്കുമ്പോ അതിന് മുന്നത്തെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നതെന്നും യോ പറയാണ്. ഇത് കേട്ട് പെട്ടെന്ന് ടെൻഷനായിട്ട്, അത് ഞാനാണ് ചെയ്തതെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് യോയോടും ചോദിക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ യോയും പെട്ടെന്ന് ഞെട്ടാണ്, കാരണം അവൻ തന്നെയാണ് ആ മർഡർ ചെയ്തതെന്ന് നമ്മുടെ യോ വിശ്വസിക്കുന്നു. ഇത് മനസ്സിലാക്കിയ യോയും പെട്ടെന്ന് അവിടുന്ന് എണീറ്റിട്ട് കൂവി വിളിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ അതൊക്കെ ചെയ്യാൻ തോന്നിയെന്ന്. സൗണ്ട് കേട്ട് യാമ അവിടെ എത്താണ്. പെട്ടെന്ന് തന്നെ യോയും അവളെ വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകാൻ പോകുമ്പോഴാണ് പന്നും തടഞ്ഞു നിർത്തുന്നത്. യോയും പേടിച്ചിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെ വീട്, ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഞങ്ങളുടെ ബ്ലഡ് കുടിക്കരുത്. ഞാൻ കരുതിയത് നീ ഒരു നല്ല വാമ്പയർ ആണെന്നാ, പക്ഷേ നിനക്കൊരു മനുഷ്യന്റെ ബ്ലഡ് കുടിക്കാൻ എങ്ങനെ തോന്നി? ഇനിയും സമയം വൈകിട്ടില്ല, നിനക്കെല്ലാം പോലീസിനോട് ഇനിയായാലും തുറന്നു പറയാം. യോ ഇങ്ങനൊക്കെ പറയുന്നത് കേട്ട് പന്നുൾപ്പെടെ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ പന്നിനും കുറച്ച് സങ്കടം തോന്നിയിട്ട് അവനും പറയുന്നുണ്ട്, ഞാൻ എല്ലാം പോലീസിനോട് തുറന്നു പറയാം, അങ്ങനെയാണെങ്കിൽ നീ എന്നെ വിശ്വസിക്കുകയും എന്നെ പേടിക്കാതിരിക്കുകയും ചെയ്യുമല്ലോ എന്ന് പറയാണ്. അങ്ങനെ അവനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് യോ. പോലീസിനോട് പന്ന പറയുന്നുണ്ട്, ഞാനൊരു വാമ്പയർ ആണെന്ന്. ഇത് കേട്ട് യോയും ഇന്നലെ രാത്രി സംഭവിച്ച കാര്യം തുറന്നു പറയാനാണ് പറയുന്നത്. പോലീസിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴും നമ്മുടെ പന്ന അവനോട് ചോദിക്കുന്നത്, ഇത് പോലീസിനോടൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നീയുമായിട്ട് സംസാരിച്ച പോരെ എന്ന് പറയുന്നുണ്ടെങ്കിലും യോയും നീ ഇന്നലെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് തുറന്നു പറയാനാണ് പറയുന്നത്. പന്നും ചെറുതായിട്ട് പേടിച്ചിട്ട് പറയുന്നുണ്ട്, അത് ഇന്നലെ രാത്രിയിൽ ഞാനാണ് യോയുടെ റൂമിൽ നോക്ക് ചെയ്തിട്ട് മാറിപ്പോയിരുന്നത്. ഇത് കേട്ട് നമ്മുടെ യോയും ഞെട്ടാണ്, എന്തോ അപ്പൊ നീയാണല്ലേ എന്റെ റൂമിൽ വന്ന് കൊട്ടിയിട്ട് പോയത്? പന്നും പറയുന്നുണ്ട്, ഞാൻ നിന്നെ പേടിപ്പിക്കാനും വേണ്ടിട്ട് ചെയ്തതല്ല, ജസ്റ്റ് എന്റെ റൂമിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്തതാ ഉറങ്ങാനും വേണ്ടിട്ട്. യോയും ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ അതിന് മുന്നേ വൈകുന്നേരം നീ എവിടെ ആയിരുന്നു? അപ്പൊ പന്നും പറയാണ്, ഞാൻ എന്റെ റൂമില് എന്റെ കാറ്റിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന്. എങ്കിൽ പിന്നെ ഞാൻ നിന്റെ റൂമിൽ വന്ന് കൊട്ടിയിട്ട് നീ അനങ്ങാഞ്ഞതെന്നാണെന്ന് യോ ചോദിക്കുമ്പോ അവൻ
അവനും പറയുന്നുണ്ട് ഞാൻ അത് നിന്നോട് ദേഷ്യപ്പെട്ടിരുന്ന സമയമായിരുന്നല്ലോ, കാരണം നിനക്ക് വാമ്പയേഴ്സിന് ഇഷ്ടവുമല്ല, അവരെ പേടിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വാമ്പയേഴ്സിന് എന്താ ഇവന് ഇഷ്ടമല്ലാത്തത് എന്ന് കരുതി ഞാൻ അവിടെ കിടന്ന് കരയുകയായിരുന്നു. എന്റെ പൂച്ച പോലും എന്നെ പേടിച്ച് അവിടെ ഓടി മാറിപ്പോയി എന്ന് പറഞ്ഞ് ഇന്നലെ വൈകുന്നേരം കരഞ്ഞ അതേ രീതിയിൽ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കരഞ്ഞു കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ യോയ്ക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. ഇത്രയും നേരവും ഒരു വാക്ക് പോലും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടിരുന്ന പാവം പോലീസ് ഓഫീസറിനോട് ഇത്രയും നേരത്തെ സമയം വേസ്റ്റ് ചെയ്തതിന് ഒരു സോറി ചോദിച്ച് നമ്മുടെ പന്നിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് യോ. പിന്നീട് ഇവര് മൂന്നുപേരും റെസ്റ്റോറന്റിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ യാം ഉറങ്ങുകയാണ്. പന്നിനോട് യോ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ അടുത്ത് ദേഷിച്ചിരുന്നത് ഇന്നലെ? അപ്പൊ പന്നം പറയുന്നുണ്ട്, നിനക്ക് വാമ്പയേഴ്സിനെ ഇഷ്ടമല്ലെന്ന് നീ നിന്റെ ഫ്രണ്ടിനോട് പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു എന്ന് പറയാണ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് യോ അവനോട് സോറി ചോദിക്കാണ്. പന്നം അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇനി മുതൽ നിനക്ക് വേണ്ടിയിട്ട് ഒരു ഏലിയൻ ആയിട്ടിരിക്കാം, നിനക്ക് വാമ്പയേഴ്സിനെക്കാളിലും ഇഷ്ടം ഏലിയൻസിനെ അല്ലേ എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് അവന് മനസ്സിൽ ഒത്തിരി സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. യോ പറയുന്നുണ്ട്, എനിക്ക് ഏലിയൻസിനെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ ഇന്നത്തെ ഏലിയനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ പന്നം സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ എണീക്കുമ്പോ പെട്ടെന്ന് തന്നെ നമ്മുടെ പന്നിന് ദേഹത്ത് ചൂടടിച്ചിട്ട് അവനെ ചൂട് വെയില് വെയില് എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് ഓടി പോവുകയാണ്. എന്ത് പറ്റിയെന്ന് യോ അവനോട് ചോദിക്കുമ്പോഴാണ് പന്ന പറയുന്നത്, ഈ സൂര്യൻ ഇപ്പൊ എന്റെ ശരീരം മുഴുവനും കഴിച്ചു കളഞ്ഞേനെ, നല്ല ചൂടെടുക്കുന്നു എന്ന് പറയാണ്. യോയും അവനെ കളിയാക്കാനും വേണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവൻ കാണിച്ചതുപോലെ അയ്യോ ചൂടേ എന്ന് പറഞ്ഞ് അകത്തേക്ക് ഓടി പോവുകയാണ്. എന്നിട്ടിപ്പോ പൻ പറഞ്ഞ സെയിം ഡയലോഗും പറയുന്നുണ്ട്, എന്റെ ശരീരം മുഴുവനും ഇപ്പൊ ഈ സൂര്യൻ കരിച്ചു കളഞ്ഞേനെന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ പന്നൻ ചോദിക്കുന്നുണ്ട്, നീ എന്നെ കളിയാക്കുവാണോടാ എന്ന് ചോദിക്കുമ്പോ അല്ലല്ല, എനിക്ക് യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ ചൂടെടുക്കുന്നുണ്ട്, എന്റെ സ്കിന്നിപ്പൊ പൊള്ളിപ്പോയേനെ എന്ന് പറയാണ്. ഇങ്ങനെ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് രാവിലെ തന്നെ നമ്മുടെ യാം എണീക്കുന്നത്. അവളും പറയുന്നുണ്ട്, രാവിലെ തന്നെ രണ്ടെണ്ണം കൂടെ തുടങ്ങിയിരിക്കുവാണല്ലോ, ഇന്നലെ നിങ്ങളൊക്കെ ഭയങ്കര വഴക്കായിരുന്നല്ലോടെ, ഇപ്പൊ എന്തോ പറ്റി? എന്തായാലും ഇതൊന്നും കണ്ടുവയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവളും അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം രാവിലെ തന്നെ കുളിച്ച് സന്തോഷത്തില് നമ്മുടെ യോയുമായിട്ട് പുറത്തു പോകാനായിട്ട് റെഡിയാവുന്ന പന്നിനെ കാണിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരോ ലിഫ്റ്റിലൂടെ വരുന്നത് അവൻ ഫീൽ ചെയ്യുകയാണ്. അങ്ങനെ ലിഫ്റ്റിൽ നിന്ന് ഒരു പെണ്ണിറങ്ങി വരികയാണ്. അവളും നമ്മുടെ പന്നിന്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് നിന്നെ ഒത്തിരി മിസ് ചെയ്യുന്നു എന്ന് പറയാണ്. ഇവളുടെ പേരാണ് ജഞ്ച. എന്നിട്ട് അവളും പന്നിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ സ്മെല് ചെയ്യുമ്പോ ഒരു കാറ്റിന്റെ മണം വരുന്നുണ്ടല്ലോ, നീ ഇപ്പോഴും ആ പൂച്ചയെ കീപ്പ് ചെയ്യുന്നുണ്ടോ? ഇത് കേട്ട പന്നം അവളോട് എന്റെ വസ്തുക്കളിൽ തൊട്ടുപോകാൻ പാടില്ല എന്ന് പറയാണ്. നിന്റെ വസ്തുക്കൾ എന്ന് പറയുമ്പോ ആ റൂമിൽ താമസിക്കുന്ന മനുഷ്യരും ഉൾപ്പെടുമോ എന്ന് ചോദിക്കാണ്. ഈ സമയമാണ് ആ റൂമിൽ നിന്ന് നമ്മുടെ യോ ഇറങ്ങി വരുന്നത്. യോയും ഇവളെ കണ്ടിട്ട് ഷോക്കാവുകയാണ്. കാരണം ഇവര് തമ്മിൽ മുന്നേ അറിയാം. നമ്മുടെ യോയുടെ ക്ലാസ്മേറ്റ് ആണ് ജഞ്ച. യോയും ജഞ്ചയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും മുന്നേ അറിയാമോ? ജഞ്ചയും ഇവനെ കണ്ടിട്ട് നീയും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മുന്നേ അറിയാമെന്ന് നീ ചോദിച്ചില്ലേ, അത് സത്യമാണ്, ഞങ്ങൾക്ക് മുന്നേ അറിയാം, ഞങ്ങളൊരു 100 വർഷമായിട്ട് അറിയാമെന്ന് പറയാണ്. അടുത്ത രംഗത്തിൽ കാണിക്കുന്നത് നമ്മുടെ പന്നം ഗായും യോയുടെ വീട്ടിലിരിക്കുന്നതാണ്. യോയും യാമും കൂടെ അവരുടെ അച്ഛനെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം നമ്മുടെ പന്ന അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് കായ് ചോദിക്കുന്നുണ്ട്, നീ ആരെ നോക്കിയാണ് ചിരിക്കുന്നതെന്ന്. അങ്ങനെ പന്ന അവളോട് പറയുന്നുണ്ട്, ഞാൻ യോയെ നോക്കിയിട്ടാണ് ചിരിക്കുന്നത്, അവനെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്, എനിക്ക് അവനെ ഇഷ്ടമാണെന്നും തുറന്നു പറയുകയാണ്. അടുത്ത രംഗത്തില് നമ്മുടെ പന്നം യോയും കൂടെ ഒരുമിച്ച് നിന്ന് പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. ബാക്കിലിരുന്ന് നമ്മുടെ യാമും പിന്നെ കായും ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. യാം പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവരുടെ ഇടയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന്. കായും പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നിയെന്ന്. അടുത്ത രംഗത്തില് പന്നം യോയും ഒറ്റയ്ക്കിരിക്കുമ്പോ ഈ സോംചായ് ആരാണെന്ന് പന്നിനോട് അവൻ വീണ്ടും ചോദിക്കുകയാണ്. അവനെപ്പോഴും എന്തിനാ നിന്നെ കാണാനായിട്ട് വരുന്നതും? എന്തെങ്കിലും അവന് നിന്നിൽ നിന്നും ആവശ്യമുണ്ടോ? നിങ്ങളുടെ ഇടയിൽ എന്തായാലും എന്തോ ഒരു സീക്രറ്റ് ഉണ്ട്. ഇനി നിന്നെ പോലെ വേറെ വാമ്പയേഴ്സ് ഈ ലോകത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ മനുഷ്യരുടെ ബ്ലഡ് കുടിക്കുന്നതാണോ? സോംചായും നിന്നെ പോലെ ഒരു വാമ്പയർ ആണോ? അവൻ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ടാണോ നീ എപ്പോഴും എന്നെ അവനിൽ നിന്നും അകറ്റാനായിട്ട് ശ്രമിക്കുന്നത്? പക്ഷെ പന്നം കള്ളം പറയാണ്, അങ്ങനെയൊന്നും തന്നെ ഇല്ല, അവൻ നിന്നെ അടുത്ത് വരുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ എപ്പോഴും നിന്നെ അവിടെ നിന്നും അകറ്റാനായിട്ട് ശ്രമിക്കുന്നത് എന്നും പറയാണ്. അവൻ കള്ളം പറയാണെന്ന് യോയ്ക്ക് മനസ്സിലായിട്ട് പറയുന്നുണ്ട്. നീ വെറുതെ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? നിനക്കറിയാമല്ലോ ഇപ്പോ ഈ സിറ്റിയിൽ കുറെ വാമ്പയേഴ്സ് കറങ്ങി നടപ്പുണ്ട്, അവര് മനുഷ്യനെ ജീവനോടെ കൊല്ലുകയാണെന്നും. ഇത് കേട്ട പന്നം അവൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ യോ പറയുന്നുണ്ട്, സോംചായ് ഇവിടെ എത്തിയതിനു ശേഷമാണ് വാമ്പയേഴ്സ് കാരണം ആൾക്കാർ മരിക്കാൻ തുടങ്ങിയത്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം സോംചായ് ആണ് ചെയ്തതെന്നും പറയാണ്. ഇത് കേട്ട പന്നം പറയുന്നുണ്ട്, ഇനി യഥാർത്ഥത്തിൽ സോംചായ് ഒരു വാമ്പയർ ആണ്, അവൻ എല്ലാരെയും കൊല്ലുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നീ എന്താണ് ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ കുറെ സെർച്ച് ഒക്കെ നടത്തുന്നുണ്ട് വാമ്പയറിനെ പറ്റിയിട്ട്. അങ്ങനെ വാമ്പയേഴ്സിന് ഹോളി വാട്ടർ പേടിയാന്ന് മനസ്സിലാക്കിയിട്ട് ഇവരും ഓൺലൈനിൽ നിന്ന് കുറെ ബോട്ടിൽസ് വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ പന്നിന്റെ ദേഹത്ത് ഒഴിച്ച് പരിശോധിക്കാനാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ അത് അവന് പന്നിന്റെ ദേഹത്തേക്ക് ഒഴിക്കാനായിട്ട് സ്വയം പേടി തോന്നുന്നുണ്ട്, കാരണം അവൻ എന്തെങ്കിലും പറ്റുമോ എന്ന്. പന്നം വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് എനിക്ക് ഒന്നും പറ്റത്തില്ല, നീ പേടിക്കാതെ എന്റെ ദേഹത്തേക്ക് ഒഴിക്കൂ എന്ന് പറയുമ്പോൾ യോയും അവന്റെ ദേഹത്തേക്ക്
വെള്ളത്തിലേക്ക് ഒഴിക്കുന്നുണ്ടെങ്കിലും അവന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പന്നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും പറ്റിയോന്ന് അറിയാൻ വേണ്ടിട്ട് യോ ആണ് അവനെ കുളിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പന്നിന് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അച്ഛനും യാമും അറിയാതെ ആ സൈഡിലൂടെ ഒന്ന് പോകുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഇവിടെ എന്തുവാടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അച്ഛനും നമ്മുടെ യാമിനെയും കൊണ്ട് അവിടെ നിന്ന് പോവാണ്. മോളെ, നീ ഇത് കാണണ്ട, നീ കണ്ടു കഴിഞ്ഞാൽ നീ തന്നെ ചീത്തയായി പോകുമെന്ന് പറഞ്ഞ് അവളെയും കൊണ്ടുപോവുകയാണ്. ഇപ്പൊ പന്നും യോയോട് ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോ ഒരുമിച്ച് കുളിച്ചില്ലേ, ഇനി നമുക്ക് ഒരുമിച്ച് ഉറങ്ങുകയും കൂടി ചെയ്തുകൂടെയെന്ന്. മുന്നേ നീ എന്റെ റൂമിൽ വന്ന് കിടന്നിട്ടുണ്ടല്ലോ, ഇപ്പൊ റൂമിന്റെ ചേഞ്ച് മാത്രമല്ലേ ഉള്ളൂ, ഇന്ന് നമുക്ക് ഒരുമിച്ച് ഉറങ്ങാമെന്ന് പറയാണ്. ഇതൊക്കെ വീണ്ടും സൈഡിൽ പോയാൽ നമ്മുടെ യാമ കേൾക്കാണ്. യാമും ഇതൊക്കെ കേട്ടിട്ട് അച്ഛനോട് കൂവി വിളിച്ച് പറഞ്ഞോണ്ട് പോകുന്നുണ്ട്, അച്ഛ യോ വഴിതെറ്റി പോന്നേ എന്ന് പറഞ്ഞ് അവളും ഓടിപ്പോവുകയാണ് അവിടുന്ന്. ഇതേ സമയം നമ്മുടെ പന്നിന്റെ അപ്പാർട്ട്മെന്റിന്റെ റൂമിന്റെ ഫ്രണ്ടിലായിട്ട് ജഞ്ച നിൽക്കുകയാണ്. കായെ കണ്ടിട്ട് അവളും ചോദിക്കുന്നുണ്ട്, യോയുടെ കൂടെയാണോ പന്നുള്ളതെന്ന്. കായും അതേന്ന് പറയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് യോയും പന്നും കൂടെ സ്റ്റാർസിനെ നോക്കി രാത്രിയിൽ കിടക്കുകയാണ്. ഇവരും സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ പന്നാണെങ്കിൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് യോയുമായിട്ട് ഫ്ലിർട്ട് ചെയ്യാണ്. പെട്ടെന്ന് പന്നിന് ഒരു വല്ലാത്തൊരു സ്മെല്ല് തോന്നി അവനെ നോക്കുമ്പോഴാണ് അവരെ ജഞ്ചയെ കാണുന്നത്. ഇപ്പൊ സോംചായ് കൂടാതെ മറ്റൊരു വ്യക്തി കൂടി പുതിയതായിട്ട് വന്നിരിക്കുകയാണ്, ജഞ്ച. പൻ, സോംചായ്, ജഞ്ച ഇവര് മൂന്നുപേരുമുള്ള ബന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ ഇനി വരും എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം. സോംചായും ജഞ്ചയും നമ്മുടെ പന്നിനെ കുറെ നാളുകൾക്ക് ശേഷം കണ്ടപ്പോ ആദ്യം ചോദിച്ചത് തന്നെ, നീ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ, ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പൊ ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ കാണാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടിരിക്കുക. ഇന്നത്തെ എപ്പിസോഡിന്റെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.